മോന്റെ പേരെന്താ? ആകാശ് ബ്ലേസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. മോൻ എന്താ പഠിക്കുന്നത്? ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, ബാംഗ്ലൂർ. അമ്മച്ചിയുടെ പേരെന്താ? മേരിക്കുട്ടി. അമ്മച്ചിയുടെ കൊച്ചുമോനാണ്. മകളുടെ മകൻ. അമ്മച്ചിയുടെ മകളുടെ മകനാണ്. ബാംഗ്ലൂർ നമ്മുടെ അടുത്ത കൺവെൻഷനിലെ ആ സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എത്ര 6 വയസ്സൊറ്റേ ഉള്ളൂ. 6 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ 11 വയസ്സായി. അപ്പോൾ 6 വയസ്സുള്ളപ്പോൾ ഇവന് വിക്കായിരുന്നു. അന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവ് അന്ന് വിക്ക് മാറ്റിയതാണ്. ഹല്ലേലൂയ. ശരിയാണോടാ? ആ ശരിയാണ്. ഇപ്പം 5 വർഷമായി വിക്കില്ല അല്ലേ? ആമേൻ. മോന്റെ പേരെന്നാ? എൻ്റെ പേര് ആകാശ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവേ യേശുവേ, എൻ്റെ വിക്ക് മാറ്റിയതിന് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ ഈ മോൻ വളരെ ഒന്ന് കൈയടിച്ചോ, നന്നായിട്ട് കൈയടിച്ചോ. ഹല്ലേലൂയ. 5 വർഷം മുൻപ് കർത്താവ് ഈ കുഞ്ഞിനെ സ്പർശിച്ച് വിക്ക് മാറ്റിയതാണ്. അത്ഭുതമായ സൗഖ്യമാണ്. നമുക്കറിയാം ഞാൻ ഒത്തിരി വിക്കുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേകർക്ക് വിക്കിൻ്റെ സൗഖ്യമുണ്ട്. സാക്ഷ്യങ്ങൾ വന്ന് പറയാറുണ്ട്. വിക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷമമാണ്. കാരണം സംസാര തടസ്സം വരുമ്പോൾ അത് ബാധിക്കുന്ന മനസ്സിനാണ്. ഭയങ്കര വിഷമമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ. നമുക്കറിയാം. വലിയ വിഷമമുണ്ടായിരുന്നു മോനെ? വിഷമമുണ്ടായിരുന്നു. വലിയ വിഷമമാണ്. കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ വലിയ വിഷമമാണ്. പക്ഷെ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ടാണ് ആ വിക്ക് മറ്റേ. ഞാനന്ന് എൻ്റെ ഇവിടെ ഇങ്ങനെ തട്ടിയായിരുന്നോ, പിടിച്ചായിരുന്നോ? പിടിച്ചായിരുന്നു. ഉണ്ട്, അവന് ഓർത്തിരിക്കുന്നു. സാറിന് വിക്കുള്ള പിള്ളേർ വന്നാൽ ഞാൻ ഇങ്ങനെ ഒക്കെ ഒന്ന് പിടിക്കാറുണ്ട്. ആ നിമിഷത്തിൻ്റെ കർത്താവ് തൊടും. ഹല്ലേലൂയ. നല്ല ഓർമ്മശക്തിയുണ്ട്. എൻ്റെ മോന് നല്ല ഓർമ്മശക്തിയുണ്ട്. ഇവൻ മിടുക്കനാണ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. മിടുക്കനായിട്ട് കേട്ടോ. സന്തോഷമല്ലേ? സന്തോഷമാണ്.